നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 24 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണി നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. FMCG ഒഴികെ മറ്റെല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ വിപണിയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ നമുക്ക് പറയാം. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വ്യാപാര കരാർ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യയും ഇസ്രയേലും അവരുടെ സ്വതന്ത്ര വ്യാപാര കരാർ 2 ഘട്ടങ്ങളായി ചർച്ച ചെയ്യും. ഒന്നാം ഘട്ടം കുറഞ്ഞ ഫലപ്രാപ്തി, ഇരുപക്ഷവും വേഗത്തിൽ യോജിക്കുന്ന മേഖലകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചർച്ചകൾക്കിടെ നെഗറ്റീവ് പ്രശ്നങ്ങൾ ഒഴിവാക്കരുത് എന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ബിസിനസ്സുകൾക്ക് വേഗത്തിൽ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ആദ്യഘട്ടം നേരത്തെ പൂർത്തീകരിക്കുക. ഇസ്രയേലിലേക്കുള്ള 60 അംഗ ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം പീയൂഷ് ഗോയൽ നയിക്കുന്നു. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തം, നവീകരണം, ഇന്ത്യ ഇസ്രയേൽ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് നെതന്യാഹു എടുത്തുകാട്ടി. 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരത്തെ $3.62 ബില്യൺ നിന്ന് 30 മുതൽ 40 ബില്യൺ ഉയർത്തുക എന്നതാണ് FTA ലക്ഷ്യമിടുന്നത്. ഇസ്രയേലിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രത്നങ്ങൾ, ആഭരണങ്ങൾ, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ തുടങ്ങിയവയായിരിക്കും. ഇസ്രയേലിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇറക്കുമതികൾ വളങ്ങൾ, വിലയേറിയ കല്ലുകൾ, യന്ത്രങ്ങൾ എന്നിവയൊക്കെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്, നിഫ്റ്റിയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഒരു സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. IT സെക്ടർ തന്നെയാണത്. നിഫ്റ്റിയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. കഴിഞ്ഞ മാസം ഇന്ത്യൻ IT ഓഹരികൾ 8.56% നേട്ടമുണ്ടാക്കി. നിഫ്റ്റി IT സൂചിക 4.49% നേട്ടമാണ് ഉണ്ടാക്കിയത്. എന്നാൽ നിഫ്റ്റി 0.77% മാത്രമാണ് ഉയർന്നത്. AI ബന്ധപ്പെട്ടുള്ള വലിയ ബൂമും കൂടാതെ US പോലുള്ള വലിയ രാജ്യങ്ങളിൽ ടെക് ഓഹരികൾ നേട്ടമുണ്ടാക്കുന്നതും ഇപ്പോഴത്തെ ഈ നേട്ടത്തിന് ഒരു കാരണമാണ്. കൂടാതെ പ്രതീക്ഷിച്ചതിലും മികച്ച പാദഫലങ്ങളും മാർജിൻ വികസനവും ശക്തമായിട്ടുള്ള കരാറുകളും തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളും സ്റ്റോക്കുകൾ നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള കാരണമായി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പേഴ്സിസ്റ്റന്റ് സിസ്റ്റം, HCL ടെക്നോളജീസ് തുടങ്ങിയവയാണ്. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്കാണ്. ഇന്ത്യയുടെ പയർ വർഗ്ഗ ഇറക്കുമതി 45% കുറഞ്ഞു. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ പയർ വർഗ്ഗ ഇറക്കുമതി കഴിഞ്ഞ വർഷത്തെ $2.8 ബില്യൺ താരതമ്യം ചെയ്യുമ്പോൾ 45% കുറഞ്ഞ് $1.5 ബില്യൺ ആയി. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതാണ് പ്രധാനമായും ഇറക്കുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയായിരുന്നു അത്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റ്. വെള്ളിയാഴ്ച ആരംഭിച്ച കുതിച്ചുചാട്ടം ഇപ്പോഴും US വിപണികൾ തുടരുകയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. US ഫ്യൂച്ചേഴ്സ് ഇപ്പോഴും പോസിറ്റീവിലാണ്. S&P 500 0.43% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഡിസംബറിൽ US പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് US വിപണികൾ വീണ്ടും ഉയരാൻ കാരണമായത്. എന്നാൽ നവംബറിൽ വിപണികൾ മൊത്തത്തിൽ ഇടിയുകയാണ് ഉണ്ടായത്. AI ബന്ധപ്പെട്ട ഉയർന്ന മൂല്യനിർണ്ണയമാണോ ഇപ്പോൾ സ്റ്റോക്കുകൾക്കുള്ളത് എന്ന ആശങ്കകൾ തന്നെയാണ് സ്റ്റോക്കുകൾ ഇടിയാൻ കാരണമായത്. ഇനി S&P 500 കഴിഞ്ഞ ആഴ്ച 2% ഇടിഞ്ഞത്. നവംബറിൽ അത് 3.5% ഇടിവാണ് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. നാസ്ഡാക്ക് കഴിഞ്ഞ ആഴ്ച 2.7% ഇടിഞ്ഞു. നവംബറിൽ 6.1% ഇടിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി US സംബന്ധിച്ച് പ്രധാനപ്പെട്ട ധാരാളം ഡാറ്റകൾ വരുന്ന ഒരു ആഴ്ച കൂടിയാണിത്. ഒക്ടോബർ മാസത്തെ US റീറ്റെയിൽ സെയിൽസ് ഡാറ്റ, ഒക്ടോബർ മാസത്തെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ചൊവ്വാഴ്ച എന്നിങ്ങനെയാണ് ഡാറ്റകൾ ഈ ആഴ്ച പുറത്തു വരുന്നത്. US വിപണികൾ ഉയർന്നെങ്കിലും യൂറോപ്യൻ വിപണികൾ സമ്മിശ്രമായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് പ്രൈസിലേക്ക് വരാം. കഴിഞ്ഞ ദിവസത്തിലെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 92,280 രൂപയായിരുന്നു. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീക്കെൻഡിൽ വലിയ നഷ്ടത്തിലേക്ക് പോയിരിക്കുന്നത് ബിറ്റ്കോയിൻ ആയിരുന്നു. ഏകദേശം $80,000 തന്നെ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നത്. ഇന്ന് ഒരു റിക്കവറിയിലാണുള്ളത്. $86,000 ട്രേഡ് ചെയ്യുന്നു. 2.5% മുകളിൽ നേട്ടത്തിലാണുള്ളത്. വെള്ളിയാഴ്ചയും ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാന കരാറുമായി സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ് ഓയിൽ പ്രൈസുകൾ വെള്ളിയാഴ്ച ഇടിയാൻ കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.29% ഇടിഞ്ഞു. ഇന്നത്തെ ടോപ്പായിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. മറ്റൊരു കാര്യമുള്ളത്,
ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കമ്പനികളുടെ സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഇന്ന് റിസൾട്ട് പുറത്തു വരുന്ന 2 കമ്പനികൾ സീമെൻസ് എനർജി ഇന്ത്യ, സുപ്രീം ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികളാണ്. അടുത്തത് TCS എന്ന കമ്പനിയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് DXC ടെക്നോളജീസ് ഫയൽ ചെയ്ത കേസിൽ TCS $194 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് ഒരു US കോടതി സ്ഥിരീകരിച്ചു. അടുത്തത് RVNL എന്ന കമ്പനിയാണ്. ലക്നൗ ഡിവിഷനിലെ ഇലക്ട്രോണിക് ട്രാക്ഷൻ സിസ്റ്റം നവീകരിക്കുന്നതിനായി 180.8 കോടി രൂപയുടെ റെയിൽവേ പദ്ധതിക്ക് RVNL ഒരു കരാർ നേടിയിരിക്കുന്നു. അടുത്തത് ടാറ്റ പവർ എന്ന കമ്പനിയാണ്. ഭൂട്ടാനിൽ 1125 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ടാറ്റ പവർ 1572 കോടി രൂപ നിക്ഷേപിക്കും. അടുത്തത് HG ഇൻഫ്ര, കൽപ്പതാരു പ്രൊജക്ട്സ് എന്ന കമ്പനികളുടെ ജോയിന്റ് വെഞ്ചർ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. താനെ മെട്രോ പദ്ധതിക്ക് 1415 കോടി രൂപയുടെ ഏറ്റവും കുറഞ്ഞ ലേലക്കാരായി ഈ സംയുക്ത സംരംഭം മാറി. അടുത്ത നാറ്റ്കോ ഫാർമ എന്ന കമ്പനിയാണ്. ചെന്നൈ APA പ്ലാന്റിൽ US FDA പരിശോധന നടത്തി 7 നിരീക്ഷണങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ലൂപ്പിൻ ഗോവ പ്ലാന്റിൽ US FDA പരിശോധിക്കുകയും 7 നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അടുത്ത ഹഡ്കോ എന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ നഗരവികസന പദ്ധതികൾക്കുള്ള പരിശീലനവും പിന്തുണയും മെച്ചപ്പെടുന്നതിനായി ഹഡ്കോ IDFC ഫൗണ്ടേഷനുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. ഇനി FIDA ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച 1766 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 3162 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 26,068 124 പോയിന്റ്സ് അഥവാ 0.5% ഇടിവിലാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്ന ഒരു ക്യാൻഡിൽ ഇൻവേർട്ടഡ് ഹാമറിന് സമാനമായിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. അതായത് ഈ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ലോ എന്ന് പറയുന്നത് 26,052 ആണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച ഫോം ചെയ്ത ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. പക്ഷേ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ കൂടിയായിരുന്നു അത്. മറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ RSI 60 മുകളിലായിട്ടാണുള്ളത്. ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണിക്കുന്നുണ്ട്. കൂടാതെ MACD ഒരു പോസിറ്റീവ് ബയാസിലാണുള്ളത്. കൂടാതെ 0 ലൈനിന് മുകളിലായിട്ടും നിൽക്കുന്നു. ഇതെല്ലാം കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും നിഫ്റ്റി ഇപ്പോഴും ഒരു റേഞ്ച് ബൗണ്ടിലാണ് ഉള്ളത്. ഇനി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം 26,050 സ്ട്രൈക്കിൽ 40% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 106% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 26,000 സ്ട്രൈക്കിൽ 26% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണുള്ളത്. എന്നാൽ കോൾ സൈഡിൽ 3% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 26,100 സ്ട്രൈക്കിൽ 22% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിൽ 132% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,100ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,867 480 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കുറച്ചുകൂടി വലിയ ഇടിവ് ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ വെള്ളിയാഴ്ച ഫോം ആയിരിക്കുന്ന ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈവനിങ് സ്റ്റാറിന് സമാനമായ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈവനിങ് സ്റ്റാറിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഹവർലി ടൈം ഫ്രെയിമിൽ 20 SMA താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ബിയറിഷ് RSI ക്രോസ് ഓവർ കൂടിയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,500ഉമാണ്. ഇനി ഇന്ത്യ വിക്സ് 12% നേട്ടത്തിൽ 13.63 എന്ന നിലയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യ വിക്സ് ആണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ഇന്ത്യ വിക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് ബുൾസിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു വാർത്തയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.